നമ്മുടെ ബിഗ് ബോസിൽ ഇനി ഒരു പുറത്താക്കൽ ഉണ്ടാവുമോ? ഇങ്ങനെ പോയാൽ അത് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. എന്താണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രേക്ഷകർക്ക് കാണാനും കേൾക്കാനും പറ്റിയ വല്ലതും ആണോ നടക്കുന്നത്? ഇങ്ങനെയാണോ ഗെയിം കളിക്കേണ്ടത്? ജിൻഡോയുടെ ഗെയിം, റസ്മിന്റെ ഗെയിം, ഗബ്രിയുടെ ഗെയിം അല്ലേ, എങ്ങോട്ടൊക്കെയാ പൊക്കോണ്ടിരിക്കുന്നത്? ജിൻഡോയുടെ ഗെയിം അതിവിദഗ്ധമായിട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ കയറിപ്പറ്റാനുള്ള ഒരു ബ്രില്യൻ ഗെയിം. അതിക്രൂരമായ കാര്യങ്ങൾ ഒരു ആളെ ടാർഗറ്റ് ചെയ്ത് ഒരു കണ്ടസ്റ്റന്റിനോട് പറയാം. ആ കണ്ടസ്റ്റന്റ് സഹിക്കാൻ പറ്റാത്ത കാര്യം, ആ കണ്ടസ്റ്റന്റ് അത് കേട്ട് ദേഷ്യപ്പെട്ട് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അയാളുടെ അടുത്തേക്ക് വരും. വന്ന് വീട്ടുകാരെല്ലാം കൂടി ഈ ഒരു ജിൻഡോയിനെ ആക്രമിക്കും. ആ അറ്റാക്കിൽ ജിൻഡോ കരയാൻ തുടങ്ങും. ആ കരച്ചിന്റെ അവസാനം അയാൾക്ക് കിട്ടുന്നത് ഒരുപാട് പ്രേക്ഷകരുടെ പിന്തുണ. ഇന്നലെ അതേ ഗെയിമായിരുന്നു, ഇന്നും അതേ ഗെയിം തന്നെയാണ് ജിൻഡോ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള മിനിമം ബുദ്ധി ഉണ്ട്. അവർക്ക് മനസ്സിലായി, കണ്ടസ്റ്റൻസിന് മനസ്സിലായി. പക്ഷേ അവർക്ക് റിയാക്ട് ചെയ്യാൻ അറിയത്തില്ല. അതിന് ഏറ്റവും പൊട്ടത്തരത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായി റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, റസ്മിൻ ഭായ്. എന്താണ് റസ്മിൻ അവിടെ കാണിക്കുന്നത്? ജിൻഡോയുടെ ഈ ഒരു ഗെയിം മനസ്സിലായില്ലേ? ജിൻഡോ അവിടെ കുടുകുടാ കരഞ്ഞോണ്ടിരിക്കുക, ഛർദിച്ച് കരഞ്ഞ് നിലവിളിച്ചോണ്ടിരിക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് എടോ താനിങ്ങോട്ട് വാടോ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പ്രേക്ഷകർ എന്താ വിചാരിക്കുക? ഈ പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞ ക്രൂര വാക്കുകളും ഈ പുള്ളിക്കാരൻ പറഞ്ഞ ആദ്യത്തെ കോർ അറ്റാക്ക് ഒന്നും പ്രേക്ഷകർ ചിന്തിക്കൂല. പ്രേക്ഷകർ ചിന്തിക്കുന്നത് നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളാ. അതെ അതെ, ജിൻഡോയോട് നിങ്ങൾ കാണിക്കുന്ന രീതിയെ പ്രേക്ഷകർ കാണുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? മാസ് സപ്പോർട്ട് ജിൻഡോയ്ക്ക് കിട്ടും. അതാണ് ജിൻഡോയുടെ വിജയം. നമ്മൾ സീസൺ 2 കണ്ടതുപോലെ അല്ലേ, അതേ ഗെയിം തന്നെയാണ് ജിൻഡോ ഇവിടെ കളിക്കുന്നത്, വേറെ രീതിയിലാണെന്നേ ഉള്ളൂ. അപ്പൊ അതിൽ കളിക്കുന്ന ഗെയിമിന്റെ രീതി വേറെയായിരുന്നു. ഇതിൽ കുറച്ചും കൂടെ ആൾക്കാരെ മനസ്സിലേക്ക് എത്താനും രീതിയിലുള്ള കണ്ടന്റുകളാണ് കുറച്ചും കൂടെ കൊടുക്കുന്നത്. ഇവരെ ഭയങ്കര ക്രൂരമായാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതായത് അടിവസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞ്, അതേപോലെ പല കാര്യങ്ങൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞാണ് ജിൻഡോ അറ്റാക്ക് ചെയ്യുന്നത്. അത് ആദ്യമത്തെ അറ്റാക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ജിൻഡോനെ അറ്റാക്ക് ചെയ്യും. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെന്നറിയാമോ, ജിൻഡോ പറഞ്ഞ ആദ്യത്തെ കാര്യം അങ്ങ് മറക്കും. കാര്യം ഇവർ ഈ എന്താണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് മണ്ടത്തരത്തിൽ റിയാക്ട് ചെയ്യുന്നത് ഇതിനെക്കാട്ടിയും കൂടുതലാ. എടോ താനാരാടോ, താനിങ്ങനെയാണോ? സത്യം പറഞ്ഞ സീസൺ 2 റിപ്പീറ്റ് മോഡ്. എന്തിനാണ് ഈ പഴയ ഗെയിം നമ്മളെ കാണിക്കുന്നത്? സീസൺ 2 റിപ്പീറ്റ്. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എടോ താൻ എന്താണോ? അതിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം നമ്മുടെ റസ്മിന്റെ റിയാക്ഷനാണ്. റസ്മിൻ ഒരു പവർ ടീം മെമ്പറാണ്. അവിടെ പവർ ടീമിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? പവർ ടീമുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറഞ്ഞാൽ ഇപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയിം അല്ലേ. അതേപോലെ തന്നെ ഗബ്രി എന്താണ് അവിടെ കാണിക്കുന്നത്? ഗുഡ് ടച്ച്, ബാഡ് ടച്ച്. ഗബ്രിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസിനെ അറിയിക്കുക. പിന്നെ ഇതെല്ലാം കൂടി ചേർന്ന് മിക്കവാറും ഇത് എല്ലാത്തിനെയും കൂടെ പുറത്താക്കാനുള്ള ചാൻസ് ആണ് കാണുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സീസൺ 3 DFKക്ക് കിട്ടിയില്ലേ ആ ഒരവസ്ഥ, മനസ്സിലായോ? അപ്പൊ ജിൻഡോട് എനിക്ക് പറയാനുള്ളത്, ജിൻഡോ മാസ് സപ്പോർട്ട് കിട്ടാനും അതായത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് ഇവിടെ കളിക്കുന്നത്. വിജയിച്ചു കഴിഞ്ഞു. അപ്പൊ കുറെ പ്രേക്ഷകർ ജിൻഡോയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവും. ഒരുപാട് പ്രേക്ഷകർ ഒരു മാസ് സപ്പോർട്ട് ഉണ്ടാവും. കാര്യം ക്രൂരമായി ജിൻഡോനെ ആക്രമിക്കുകയാണ് എല്ലാവരും കൂടി, അതിക്രൂരമായി. ജിൻഡോ കരയുന്നുണ്ട്, എല്ലാ ദിവസവും ജിൻഡോ കരയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രൂരമായ അറ്റാക്കിൽ പ്രേക്ഷകർക്ക് ഭയങ്കര മനസ്സലിഞ്ഞാണ് പോകുന്നത്. അപ്പൊ ജിൻഡോയുടെ ഗെയിം അവിടെ 101 200% ജിൻഡോ അവിടെ വിജയിച്ച് നിൽക്കുകയാണ്, മനസ്സിലായോ? അപ്പൊ എന്തായിരുന്നാലും ജിൻഡോയ്ക്ക് ഇനി പുറത്താക്കിയാലും കുഴപ്പമില്ലെന്ന രീതിയിലാണ് ജിൻഡോ നിൽക്കുന്നത്. കാര്യം പഴയ രാജാക്കന്മാർ അങ്ങനെയാണല്ലോ, പുറത്തായി കഴിഞ്ഞാലും നമുക്ക് വൻ സ്വീകരണം, പൂമാല, ജണ്ട്, ഹാരം ഇതൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ഗെയിം കളിക്കുമ്പം അതിനൊരു എലഗൻസി കൊടുക്കുക. കാര്യം നിങ്ങളെ അടുത്ത കൊല്ലവും നിങ്ങളുടെ ഗെയിമിനെ കുറിച്ച് പറയേണ്ടതാണ്. ഈ കൊല്ലം നിങ്ങളെ ഗെയിമിനെ പൊക്കിപ്പിടിക്കാനും നിങ്ങൾ ഭയങ്കര ഇതാണെന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ടാവും. അടുത്ത കൊല്ലം ആകുമ്പോൾ അതിനെക്കുറിച്ച് നല്ലത് പറയാൻ രണ്ട് വാക്ക് നല്ലത് പറയാനുണ്ടാവണം. ആ രീതിയിൽ കളിക്കുക. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആർമിയും ഫാൻസും ഒക്കെ ഈ കൊല്ലം ഉണ്ടാവും. അടുത്ത കൊല്ലം ഇവരെല്ലാം ഇട്ടിട്ട് അടുത്ത ആൾക്കാരുടെ പുറകെ പോവും. അങ്ങനെയാണല്ലോ ബിഗ് ബോസ്. പണ്ട് പൊക്കി പിടിച്ചവരെയൊന്നും ഇപ്പൊ ആരും പൊക്കി പിടിക്കുന്നില്ല. അവരെയൊക്കെ ഇപ്പൊ ഓരോന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യേ ഇവൻ ആരാ ഇങ്ങനെ, അവനെന്ത് ഇങ്ങനെ. സോ നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറെ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അടുത്ത കൊല്ലമെങ്കിൽ നിങ്ങളെ കുറിച്ച് രണ്ട് നല്ലത് പറയുന്ന രീതിയിൽ കളിക്കാൻ നോക്കുക എന്ന് എനിക്ക് ഈ കണ്ടസ്റ്റൻസിനോട് പറയാനുള്ളൂ. നിങ്ങൾക്ക് മാസ് സപ്പോർട്ട് കിട്ടിയാലും, ഏറ്റവും വലിയ ആർമി ഉണ്ടെങ്കിലും, ഏറ്റവും ചെറിയ ആർമി ഉണ്ടെങ്കിലും എനിക്കതേ പറയാം. നിങ്ങൾക്ക് സ്വീകരണം കിട്ടിയാലും, പൂമാലയും ജണ്ടും ആരും ഒക്കെ കിട്ടിയാലും, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഗെയിമിനെ കുറിച്ച്, അയ്യോ അയാൾ നല്ലൊരു ഗെയിമർ ആയിരുന്നു, അയാൾ നല്ല രീതിയിൽ കളിച്ചാണ് ആ ഗെയിമിൽ എത്തിച്ചത്, അയാൾ നല്ലൊരു മാനിപ്പുലേറ്ററാണ്, വളരെ നല്ല രീതിയിൽ എലഗന്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ച് നീങ്ങി. നമുക്കിപ്പോൾ നെഗറ്റീവായിട്ട് കളിച്ചാലും പോസിറ്റീവായിട്ട് കളിച്ചാലും നമുക്ക് ആർമികളെ ഉണ്ടാക്കാം, ഫാൻസിനെ ഉണ്ടാക്കാം, മനസ്സിലായോ? എങ്ങനെ വേണം നമുക്ക് ഉണ്ടാക്കാം. ബിഗ് ബോസിനകത്ത് മിണ്ടാതിരുന്ന് ഫാൻസ് ഉണ്ടാക്കാം, മിണ്ടാതിരുന്ന്. ഫോർ എക്സാമ്പിൾ അർജുൻ ഇത്രയും ദിവസം പുള്ളിക്കാരെ മിണ്ടാതിരിക്കുകയായിരുന്നു, ഒടുക്കത്ത ഫാൻസ്. മെനഞ്ഞാന്ന് മിണ്ടി തുടങ്ങി, എല്ലാം തീർന്നു. മരവാഴ എന്നാ ഇപ്പൊ വിളിക്കണത്, മനസ്സിലായോ? റസ്മിൻ ഭായ്
മനഞ്ഞാന്ന് ജാൻമണി കോമണർ എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ കമന്റ് ചെയ്തു. റസ്മിന് ഭയങ്കര സപ്പോർട്ട് കിട്ടി. റസ്മിനല്ല, കോമണർ ആയിട്ടുള്ള. പക്ഷെ ഇപ്പം റസ്മിൻ ഭായ് അവിടെ ചെയ്തു കൂട്ടുന്നത് മണ്ടത്തരം എന്ന് വേണം പറയാൻ. മരമണ്ടത്തരം. പുള്ളിക്കാരുടെ ഗെയിമറിന്റെ തോട്ടിൽ നിന്ന് മാറി പേഴ്സണൽ ആയിട്ട് ജിൻഡോയുടെ അടുത്ത് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അതുകൊണ്ട് ആർക്കാ ലാഭം? ആർക്കെങ്കിലും ലാഭം ഉണ്ടോ? നഷ്ടം മാത്രമേ ഉള്ളൂ. ആർക്ക്? റസ്മിന്. ജിൻഡോയ്ക്ക് അത് പോസിറ്റീവ് ആവുകയും ചെയ്യും. കറക്റ്റ് സീസൺ 2 എനിക്ക് തോന്നുന്നു ജസ്ലയുടെ ഗെയിമില്ലേ, ജസ്ല രജിത് സാറിന് അഗൻസ്റ്റ് ആയിട്ട് കിടന്ന് വിളിച്ചു കൂവിയില്ലേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് റസ്മിന്റെ കാര്യത്തിലാണ്. വളരെ മണ്ടത്തരം കാണിക്കുന്നുണ്ട്. അതായത് പുള്ളിക്കാരൻ അത് ഗെയിമാണ്, അത് പുള്ളിക്കാരൻ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കാതെ അവിടെ പോയി ജിൻഡോയുടെ അടുത്ത് കിടന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നത് മണ്ടത്തരമാണെന്നാണ് ഞാൻ പറയുള്ളൂ. കുറച്ചൊന്ന് എലഗന്റ് ആയിട്ട് ചിന്തിച്ചിട്ട്, അയ്യോ ഇത് അയാളുടെ ഗെയിമാണ്, നമ്മളിപ്പോൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഇതല്ല. ഗബ്രിയൊക്കെ ആണെങ്കിൽ ഗുഡ് ടച്ച് ബാഡ് ടച്ച്. എവിടെ നിന്നാണ് ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചും വന്നത്? അങ്ങനെ ഗബ്രിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗബ്രി അവിടെ പോയി കംപ്ലൈന്റ് ചെയ്യണമായിരുന്നു. ഒരാളെ പുറത്താക്കാൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കരുത്. മാത്രമല്ല ഇത് വേറെ ചില അലിഗേഷൻസ് ഒരാളുടെ ജീവിതത്തെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ഇനിയിപ്പം എനിക്കിപ്പം ജിൻഡോയുടെ ഗെയിം ഒന്നും പറയാൻ പറ്റൂല. അയ്യോ ജിൻഡോയുടെ ഗെയിം പറയാൻ പറ്റൂല, ആ പേരെ ഉച്ചരിക്കാൻ പറ്റൂല, പഴയ എല്ലാ സീസണിലും ഉള്ളതുപോലെ. പക്ഷെ ഞാൻ പറയാനുള്ള പറയും കേട്ടോ, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. പറയാനുള്ളത് നമ്മൾ ശക്തമായി തന്നെ പറയണം. അപ്പൊ ജിൻഡോയുടെ ഗെയിം പല കാര്യങ്ങളിലും ജിൻഡോ പറയുന്ന കാര്യങ്ങൾ ആദ്യം ഇടുന്ന ആ സംഭവം ഉണ്ടല്ലോ, അത് വഴിതെറ്റി പോവുകയാണ്. അത് തെറ്റിപ്പോയാൽ പണി കിട്ടും. മനസ്സിലായില്ലേ? ഒന്നാമതേ 2-3 പേര് പുറത്തായി ഇതും പറഞ്ഞുണ്ട്, ഈ കാര്യങ്ങളും പറഞ്ഞ്. ഇനിയും എന്തിനു പുറത്താക്കാൻ നോക്കുന്നത്? എലഗന്റ് ആയിട്ട് നിന്ന് ഗെയിം കളിക്കാൻ നോക്കുക. കണ്ടസ്റ്റൻസിനെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഇതുണ്ടാക്കുക. അല്ലാണ്ട് 2-3 മിനിറ്റ് ഫുൾ ബീപ്പായിരുന്നു ഗബ്രിയും ജിൻഡോയുടെയും വഴക്ക്. എന്ത് വൃത്തികളാണ് വിളിച്ചു പറഞ്ഞത് ഗബ്രി, എന്ത് മോശം കാര്യങ്ങളാണ് പറയുന്നത്. കേൾപ്പിക്കാൻ പറ്റുമോ ഇത് പ്രേക്ഷകർക്ക്? ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങൾ. 2 പേരെ ഇപ്പൊ കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചേക്കാണ്. ഭയങ്കര മോശം. ഇങ്ങനെയാണോ ഗെയിം കളിക്കുന്നത്? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞാണോ ഗെയിം കളിക്കുന്നത്? ആ പരസ്പരം ജീവിതം വെച്ചിട്ടാണോ ഗെയിം കളിക്കുന്നത്? നിന്റെ അണ്ടർ ഗാർമെന്റ്സ് മറ്റതും മറിച്ചതും ഒക്കെ അവിടെ കിടക്കുന്നു. ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഇങ്ങനെയാണോ മറ്റുള്ളവരെ ഒരു ഓപ്പോസിറ്റ് കണ്ടസ്റ്റന്റിനെ ടാർഗറ്റ് ചെയ്യേണ്ടത്? വളരെ മോശം. എനിക്ക് ഗബ്രിയുടെ കാര്യത്തിലും ജിൻഡോയുടെ കാര്യത്തിലും 2 പേരുടെയും ഞാൻ പറയും. ഇനി ഇവരുടെയും മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞാൽ ആരും എൻ്റെ അടുത്ത് വരണ്ട. 2 പേരുടെ ഭാഗത്ത് തെറ്റുണ്ട്. പിന്നെ ജിൻഡോയുടെ ഗെയിം സക്സസ് ആയി വരുന്നുണ്ട്. കാര്യം പുള്ളിക്കാരൻ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് അപ്പുറത്ത് നിന്ന് കരയും. ആ കരച്ചിലാണ് പ്രേക്ഷകർ വീഴുന്നത്. പക്ഷേ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഗബ്രി ആണെങ്കിൽ പിന്നെ പറയണ്ട, എന്തൊക്കെയായി പറയണത്. ഫുൾ ബീപ്പാണ്, ഫുൾ ബീപ്പ് ഗബ്രിയുടെ കാര്യങ്ങൾ, അലിഗേഷൻ ജിൻഡോയ്ക്കെതിരെയുള്ള. രാവിലെ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ സംസാരിക്കുക, അറ്റ്ലീസ്റ്റ് നല്ല രീതിയിൽ ഗെയിം കളിക്കുക, നല്ല അതായത് ഗെയിം കളിക്കുമ്പോൾ രസത്തിൽ കളിക്കുക അല്ലേ. ഭയങ്കര ടോക്സിക് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സീസൺ. ടോക്സിക് ആക്കരുത് ദയവ് ചെയ്തിട്ട്, ഇത്രയും വൃത്തിയായിട്ട് ടോക്സിക് ആക്കരുത്. എനിക്കതേ പറയാനുള്ളൂ കണ്ടസ്റ്റൻസിനോട്. അത് ബിഗ് ബോസ് പറയുന്ന അവസാനം ഇത് പുറത്താക്കല്ലാണ് അവസാനിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ നടന്ന കാര്യം ഞാൻ പറയാം. മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു. എല്ലാ മോർണിംഗ് ആക്ടിവിറ്റി എല്ലാവരും പേഴ്സണൽ ആയിട്ടാണ് എടുക്കുന്നത്. മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ് പിന്നെ അരമണിക്കൂർ ഡിസ്കഷനാണ്. അവരെന്നെ എന്തിനിങ്ങനെ പറഞ്ഞു, ഇവരെന്തിന് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ആരും പറയണത് ഇഷ്ടമല്ല. ആരെയും ഒരു ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാൻ ആർക്കും പറ്റുന്നില്ല ഇവിടെ. സത്യം പറഞ്ഞാൽ സ്കൂളിൽ ചേർത്ത കുട്ടി ഏതാണ്? ഇപ്പം ജിൻഡോ വിചാരിക്കും എല്ലാവരും എൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പറയാന്നുള്ള രീതിയിൽ ഏത് ക്ലാസ്സിൽ ചേർക്കും, അതാണ് മോർണിംഗ് ആക്ടിവിറ്റി. അതൊക്കെ കഴിഞ്ഞിട്ട് ജിൻഡോ തുടങ്ങി പ്രശ്നങ്ങൾ. പതുക്കെ കറങ്ങി നിൽക്കുകയാണ്. ജാസ്മിൻ്റെ അടുത്താണ് കറങ്ങി നിൽക്കുന്നത്. ജിൻഡോയ്ക്ക് അറിയാം ജാസ്മിൻ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണെന്നുള്ള കാര്യം. ജിൻഡോയ്ക്ക് നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല ജാസ്മിന് ഹൈജീൻ ഇല്ല, ജാസ്മിൻ 1.5 നാടേ കുളിക്കുള്ളൂ, ഇതെല്ലാം ജാസ്മിൻ ലാലേട്ടന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് ക്ലിയർ ആയിട്ട് അറിയാം ജാസ്മിൻ പുറത്ത് നെഗറ്റീവ് ആണെന്നുള്ളത്. അത് വെച്ചിട്ടാണ് ജാസ്മിന്റെ അടുത്ത് കളിക്കുന്നത്. ജാസ്മിന്റെ റിയാക്ഷൻ ആണെങ്കിലോ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ജാസ്മിന് ആർക്കും ഇഷ്ടമല്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു അലിഗേഷനും കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ ജാസ്മിൻ നല്ല വൃത്തിയായിട്ട് മോശമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇന്നലത്തെ നടന്ന പ്രശ്നം, ജാസ്മിൻ കുളിക്കാൻ പോകുന്ന തുണികളും കുളിക്കാൻ പോകുമ്പം എല്ലാം എടുക്കുമല്ലോ, അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ എടുക്കും. അത് കൊണ്ടുപോയിട്ട് എന്താ കസേരയിലോ എവിടെയോ കൊണ്ടുവച്ചിരുന്നു. അതിനകത്ത് നിന്ന് അണ്ടർ ഗാർമെന്റ്സ് മാത്രം എടുത്തിട്ട് ജിൻഡോ അതിനെക്കുറിച്ച് സർത്താനം തുടങ്ങി. അപ്പൊ അതാണ് ജിൻഡോയുടെ ഗെയിം. കോറിൽ കയറി ജാസ്മിനെ അറ്റാക്ക് ചെയ്തു. ജാസ്മിൻ എന്ത് ചെയ്തു? ജാസ്മിൻ പ്രൊവോക്ഡ് ആയി. എടാ താൻ ആരാടോ ഇത് പറയാൻ, എന്റെ ഇന്റർ പറയാൻ താൻ ആരാടോ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. റസ്മിൻ ഭായ് ഇടയിൽ വന്നിട്ട് കുണുവാവേ എന്റെ റസ്മിനെ ഗെയിം മനസ്സിലായില്ലെങ്കിൽ മിണ്ടാതെ അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കുക. വെറുതെ സ്വന്തമായിട്ട് കുഴി തോണ്ടരുത്. അപ്പോൾ അത് ജാസ്മിൻ തീർത്തോളും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ആദ്യം തന്നെ ജിൻഡോ പോയിട്ട് ട്രിഗർ ചെയ്യാൻ തുടങ്ങി. ആരെ? ജാസ്മിനെ. അപ്പൊ അതൊക്കെ നെയ്തെറിക്കും അങ്ങോട്ട്. ഞാൻ നോക്കിക്കോളാം, താൻ കൂടുതൽ നോക്കണ്ട എന്ന് പറഞ്ഞ് വളരെ മറ്റേ ഈ ചപ്പാത്തിയൊക്കെ എടുത്തെറിഞ്ഞില്ലേ സീസൺ 2 അതേ രീതിയിലുള്ള റിയാക്ഷൻസ് ജിൻഡോയ്ക്ക് കിട്ടി തുടങ്ങി. അപ്പൊ ജിൻഡോ വിചാരിച്ചു സൂപ്പർ,
ഇത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടി അപ്പുറം റിയാക്ഷൻ നടക്കുന്നുണ്ട്. മനസ്സിലായോ? പുറത്ത് ഞാൻ എന്തായാലും രാജാവാണ്, അത് ഉറപ്പാണ് എന്നുള്ള രീതിയിൽ പൊക്കോണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ആര് നിങ്ങൾ ആര് നിങ്ങൾ അവൻ്റെ ഇടയിൽ കൂടെ വേറൊരു ഇത് ജിൻഡോ എൻ്റെ ഇത് എൻ്റെ കബോർഡാണ്, ഇതിനകത്ത് എൻ്റെ ഫുഡ് മാത്രമേ ഞാൻ വെക്കുള്ളൂ, പവർ ടീമിനെ വേറെ ആരും വെക്കില്ല. താൻ ആരാടോ പവർ ടീമിൽ? താൻ വേറെ ആരും ഇല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണ് ജാസ്മിൻ. അത് കഴിഞ്ഞിട്ട് താൻ എന്താണോ എൻ്റെ ഇന്നറിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പുറത്ത് ഇന്നേഴ്സിനെ റിവ്യൂ ചെയ്യുന്ന ആളാണ് കേട്ടാ. എനിക്ക് എൻ്റെ ഇന്നറിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഒന്നും ഉണ്ടാവാൻ പോണില്ല. നീ 3 ദിവസമല്ലേ കുളിക്കത്തുള്ളൂ, അത് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഉടനെ റസ്മിൻ താൻ എന്താണോ പറയുന്നത്, ഇവിടെ കണ്ടത് അവിടെ വെക്ക. അത് കഴിഞ്ഞിട്ട് നിന്റെ തുണിപൊക്കി നോക്കിയെന്നോ? ആരോടോ എന്റെ തുണിപൊക്കി നോക്കിയത്? അപ്പൊ ഉടനെ ജിൻഡോ നിന്റെ തുണിപൊക്കി നോക്കിയെന്നല്ല പറഞ്ഞത്, നീ ഇവിടെ മൂടിയിട്ടേക്കായിരുന്നു. ആ മൂടിയിട്ടിരുന്ന സംഭവം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതാണ് അപ്പൊ ഇതാണ് ഞാൻ കണ്ടത്, അല്ലാതെ ഞാൻ തുണിപൊക്കി നോക്കിയെന്നല്ല പറഞ്ഞത് ജിൻഡോ. അപ്പൊ ജിൻഡോയുടെ ഭാഗത്ത് കറക്റ്റ് ന്യായം പോവുകയാണ്. സംഭവം ഇത് ട്രിഗർ ചെയ്തത് ജാസ്മിനെയാണ്. ജിൻഡോ ഇവിടെ അടിവസ്ത്രത്തിന്റെ കാര്യം എടുത്തിട്ടു, ജാസ്മിനെ ട്രിഗർ ചെയ്തു. അന്ന് കഴിഞ്ഞ് ജാസ്മിന്റെ റിയാക്ഷനും ബാക്കിയുള്ള റിയാക്ഷനും അതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ജാസ്മിൻ ബ്രായും ബാൻഡിയും ജട്ടിയും ഇതൊക്കെ നമ്മൾ ഷിമ്മിയും ഇതൊക്കെ നമ്മൾ പെമ്പിള്ളേരിടും. അതിനിപ്പോ എന്ത് നിങ്ങൾക്ക് എന്തൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ജിമ്മിലും ഇടും, അതൊക്കെ നമ്മുടെ ജിമ്മിൽ അതൊക്കെ നല്ല വൃത്തിയായി മാറ്റി വെക്കണം. അപ്പൊ ജാസ്മിൻ ഗാർഡൻ ഏരിയയിൽ പിന്നെ വിരിച്ചിട്ടേക്കുന്നത് പിന്നെ എന്തോന്നാണ്? അത് ഗാർഡൻ ഏരിയയിൽ, ഇത് നമ്മൾ കഴിക്കണ സ്ഥലത്താണ്. താൻ എന്തോന്ന് ഡൈനിങ് ടേബിളിൽ എന്റെ ചട്ടിയും അണ്ടർ ഗാർമെന്റും ഒക്കെയാണോ താൻ വിരിച്ചിട്ട് കഴിക്കുന്നത്? എടോ മാറ്റി വെച്ചിരുന്നത് തന്നെ താരം പറഞ്ഞു പൊക്കി നോക്കാൻ. ഇങ്ങനെയാണ് ജാസ്മിൻ സംസാരിക്കുന്നത്. അപ്പൊ പ്രേക്ഷകർക്ക് ഓൾറെഡി ജാസ്മിനെ ഇഷ്ടമല്ല. അപ്പൊ ഇത് കാണുമ്പോ എന്തോന്ന് വിചാരിക്കും? കഷ്ട ജിൻഡോനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു. സംഭവം തുടങ്ങി വെച്ചത് ആരാണ്? പ്രൊവോക്കിംഗ് ഗെയിം തുടങ്ങി വെച്ചത് ജിൻഡോയാണ്. അതൊക്കെ മാഞ്ഞു പോവും ഇവരുടെ റിയാക്ഷനിൽ, അതെല്ലാം പ്രേക്ഷകർ മറക്കും. അതാണ് ജിൻഡോയുടെ ഗെയിം. ജിൻഡോയുടെ ഗെയിമാണത്, പക്ക ഗെയിമാണ്. എല്ലാ ദിവസവും പുള്ളിക്കാരൻ ആലോചിച്ച് നോക്കും ഇന്ന് എന്താ ഞാൻ പറയേണ്ടത്, അതിക്രൂരമായി എന്തെങ്കിലും പറയണം, എന്നാലും അവർ ട്രിഗർ ആവും. അങ്ങനെ ട്രിഗർ ചെയ്ത് എല്ലാവരും പോയി വർത്താനം പറയാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ കൂടെ ഗബ്രി എന്റെ പൊന്നോ താൻ അങ്ങനെയല്ലോടെ എന്നെ ടച്ച് ചെയ്തത്, ഇങ്ങനെയല്ലോടെ എന്നെ ടച്ച് ചെയ്തത്, അത് പറഞ്ഞ് എന്റെ തുണി ഊരിയിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു എന്റെ പൊന്നോ ഫുൾ ബീപ്പ്. ഞാൻ നോക്കുമ്പോൾ ഒന്നും കേൾക്കണേ, ഞാൻ ഹെഡ്സെറ്റ് പോയാ നോക്കുമ്പോൾ ജിൻഡോയും ഗബ്രിയും കൂടെ വർത്താനം പറയുന്നു എന്തൊക്കെയോ വൃത്തികേടുകൾ. മറ്റുള്ളവരെ കേൾപ്പിക്കുക. അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ അറപ്പ്. അൻസിബയൊക്കെ കഴിച്ചോണ്ടിരുന്ന അൻസിബ അവിടെ വെച്ച് പ്ലേറ്റ്. ഇതെന്താ ഈ പറയണെന്നുള്ള രീതിയിൽ എന്തൊക്കെ ഈ പറയണത്? മൈക്കും വെച്ചോണ്ട് ബിഗ് ബോസ് 2 പേരുടെ ബൈക്ക് ഓഫ് ചെയ്ത്. അത് കഴിഞ്ഞ് ഋഷി പറഞ്ഞു എനിക്ക് ഈ ബാറ്റച്ചും കുട്ടച്ചൊന്നും അറിയത്തില്ല ഈ കാര്യം പറഞ്ഞ്. അത് കഴിഞ്ഞ ശേഷം ഗബ്രി പറഞ്ഞ് മണ്ടനല്ലടത്ത് ആ മരമണ്ടനാണ്, മരമണ്ടൻ ഗബ്രിയാണ് നീ, അത്രേ ഉള്ളൂ, മരമണ്ടൻ ഗബ്രിയാണ്, അത്രേ ഉള്ളൂ. ഇതുപോലത്തെ ഒരാളെ കിടന്ന് ഇങ്ങനെ പുറകെ നടന്ന് അറ്റാക്ക് ചെയ്താൽ ആരാണ് മരമണ്ടൻ? ഗബ്രിയാണ് മരമണ്ടൻ. അപ്പം ജിൻഡോ പറയുന്നുണ്ട് പുറത്തു പോയി നീ നോക്ക് എന്നെ സപ്പോർട്ട്. അപ്പൊ ജിൻഡോയ്ക്ക് അറിയാം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ 10 പേരെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളത്. അത് മനസ്സിലാക്കേണ്ടത് ഗബ്രിയാണ്. ഇങ്ങനത്തെ ഗെയിം സീസൺ 2 നിങ്ങൾ കണ്ടതല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവർക്ക് ഗെയിം അറിയത്തില്ലേ? കണ്ടസ്റ്റൻസിന് ഗെയിം അറിയാം. അത് ജാസ്മിൻ പറഞ്ഞ് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇത്രയും വൃത്തികേടുകൾ ഒറ്റപ്പെടുത്തൽ പ്രേക്ഷകരുടെ മുന്നിൽ സപ്പോർട്ട് കിട്ടുമെന്ന് ജിൻഡോയ്ക്ക് അറിയാം. പക്ഷെ ഇങ്ങനെ വൃത്തികേട് വിളിച്ച് പറഞ്ഞാൽ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത്. അപ്പം ഈ ജിൻഡോ പറയുന്ന ഈ കോർ അറ്റാക്ക് മറ്റുള്ളവർക്ക് പ്രേക്ഷകർക്ക് വലുതായിട്ട് തോന്നൂല. പ്രേക്ഷകർ കാണുന്ന എന്താണ്? ജിൻഡോനെ അറ്റാക്ക് ചെയ്യുന്നതും ആക്രമിക്കുന്നതും ക്രൂരമായി ജിൻഡോയുടെ വർത്താനം പറയുന്നതും ജിൻഡോ കരയുന്നതുമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ജിൻഡോയുടെ ഗെയിം സത്യം പറഞ്ഞാൽ വിജയിക്കുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നില്ല ഇനി അവിടെ ആർക്കും ജിൻഡോയിനെ ജയിക്കാൻ പറ്റും ജിൻഡോയിൽ. കാര്യം എല്ലാവരും അതിൽ വീണ് കഴിഞ്ഞു. ഇനി പറ്റുന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡിന് പറ്റും. വൈൽഡ് കാർഡ് വരുമ്പോൾ ജിൻഡോ ഈ ഗെയിം മാറ്റും. ഗബ്രി ആണെങ്കിൽ ഇപ്പോഴും അതിൽ തന്നെ ഇരിക്കുകയാണ്. ജിൻഡോ കരച്ചിൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ. ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെ പിന്നെയും പോയി കിടന്നിട്ട് എന്തിനാണ് ഈ പറയുന്നത്? എനിക്ക് ഇത്രയും മണ്ടന്മാരുണ്ടോ? നിങ്ങൾക്ക് സീസൺ 2 മലയാളത്തിലല്ലേ നടന്നത്? ഞാൻ ചോദിക്കുകയാണ്. സീസൺ 4 കണ്ടിട്ടില്ലേ ആരും? എന്ത് പറ്റി നിങ്ങൾക്ക് കണ്ടസ്റ്റൻസിന്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനെക്കാട്ടിയും വേറെ സേഫ് ഗെയിമേഴ്സ് ആണ്. കാര്യം ഒരാളെ അറിഞ്ഞുകൊണ്ട് സൂപ്പർ ആക്കാതിരിക്കുകയാണ്. നിങ്ങൾ തീർത്തും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഗെയിമിൽ അല്ലേ കണ്ടസ്റ്റൻസ്? എന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, പുള്ളിക്കാരെ കരയുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ റസ്മിൻ വന്നിട്ട് തന്റെ കരച്ചിൽ എന്തുവാണ് കാണിക്കുന്നത്? പുറത്തല്ലേ ഇത് ഔട്ട് പോകുന്ന കാര്യമല്ലേ? അപ്പൊ അയ്യോ ഇതിങ്ങനെ പ്രേക്ഷകരുടെ വ്യൂ പോയിന്റ് ചിന്തിക്കാൻ അറിയത്തില്ല ഇപ്പോഴും ഗെയിം എങ്ങനെയാണെന്ന്. ഈ ഗബ്രിക്കും ഈ റസ്മിനൊന്നും. ജിൻഡോ കളിക്കുന്നത് പ്രേക്ഷകരുടെ വ്യൂ പോയിന്റിലാണ് കളിക്കുന്നത്. അവിടെ എല്ലാവർക്കും എഗൻസ്റ്റ് ആയിട്ട് നിന്നാലേ ഗെയിം മുന്നോട്ട് പോകൂ, അല്ലെങ്കിൽ ഗെയിമിൽ പുള്ളിക്കാരൻ വിജയിക്കുള്ളൂ ജിൻഡോയ്ക്ക് അറിയാം. എന്തുകൊണ്ട് ബാക്കിയുള്ളവർ മനസ്സിലാക്കിയിട്ടും അത് കളിക്കുന്നില്ല? എല്ലാവർക്കും മനസ്സിലായി പുള്ളിക്കാരൻ ഒറ്റപ്പെടലാണ് കളിക്കുന്നത്, പക്ഷെ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല.
എന്നിട്ട് എന്നിട്ട് അവിടെ പോയി ഈ കരച്ചിലും കഴിഞ്ഞ് ബാത്റൂമിൽ പോയി ഇന്ന് കരയുന്നു. അപ്പൊ ഈ റസ്മിൻ ഭായ് പോയിട്ട് എടോ ഒരു വാടോ ഇങ്ങോട്ട്, ഇങ്ങനെയൊക്കെയാണോ വിളിക്കുന്നത് ഒരു കണ്ടസ്റ്റന്റിനെ? ഭയങ്കര മോശം റസ്മിന്റെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ബിഗ് ബോസ് ഇപ്പൊ വിളിച്ചിരുത്തിയിട്ട് രണ്ടുപേരെയും കൺഫെഷൻ റൂമിൽ വിളിച്ച് തിരിച്ചു കൊണ്ടുവന്നിരുത്തി. നിങ്ങൾക്ക് ടാസ്ക് ഒന്നും കളിക്കേണ്ടി ചോദിച്ചു. പുള്ളിക്കാരന് മതിയായി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.